മക്കയിലെ ജീവിതം വളരെ പ്രയാസപ്പെട്ടപ്പോൾ മദീനയിലേക്ക് ഹിജറ പോവുകയാണ് സയ്യിദുന മുഹമ്മദ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളും സ്വഹാബത്തും. അങ്ങനെ മക്കക്കാരെ അറിയുകയാണ് റസൂലുള്ളാഹി തങ്ങളും സ്വഹാബത്തൊക്കെ മദീനയിലേക്ക് പോയി എന്നും, അങ്ങനെ ആ റസൂലുള്ളാഹി തങ്ങളെ പിടിക്കണം എന്നുള്ള ചിന്ത ശത്രുക്കൾക്ക് തോന്നുകയാണ്. അങ്ങനെ സയ്യിദുന അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹും ഹബീബായ നബി തങ്ങളും കൂടി ഇങ്ങനെ മദീനയിലേക്കുള്ള യാത്രയിൽ സൗർ എന്ന് പറയുന്ന ഗുഹയിൽ ഇറങ്ങിയ ചരിത്രം നമുക്കൊക്കെ അറിയുന്നതാണ്. അങ്ങനെ ശത്രുക്കള് പിന്നാലെ വന്നു. എത്രത്തോളം എന്ന് വെച്ചാൽ സൗർ എന്ന് പറയുന്ന ഗുഹയിൽ അല്ലാഹുവിന്റെ റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളും അബൂബക്കർ സിദ്ദീഖ് തങ്ങളും രണ്ടാളും അതിനുള്ളിലിരിക്കുന്ന സമയത്ത് ശത്രുക്കൾ ആ ഗുഹയുടെ മേൽഭാഗത്ത് വരെ എത്തി. മേൽഭാഗത്ത് വരെ എത്തിയപ്പോഴും അബൂബക്കർ സിദ്ദീഖ് തങ്ങൾ മേപ്പെട്ട് മുകളിലേക്ക് നോക്കിയപ്പോൾ അവിടെ ശത്രുക്കളെ കാൽപാദം കണ്ടല്ലോ. അപ്പോ സയ്യിദുന അബൂബക്കർ സിദ്ദീഖ് തങ്ങൾ പറഞ്ഞൊരു വാക്കാണ്, നബിയെ ലൗ അന്ന അഹദുഹും നളറ തഹത ഖദമൈഹി ലഅബ്സറന. നബിയെ ഓലെങ്ങാനും ഓലെ കാലിന്റെ ചോട്ടിലേക്ക് നോക്കിയാൽ, കാലിന്റെ ഭാഗത്തേക്കെങ്ങാനും അവർ നോക്കിയാൽ ലഅബ്സറന, നമ്മളെ കാണൂല്ലോ നബിയെ എന്ന് പറഞ്ഞു. അപ്പോൾ അല്ലാഹുവിന്റെ റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയുന്നൊരു വാക്കുണ്ട്, മാ ളന്നുക യാ അബൂബക്കർ. അബൂബക്കർ സിദ്ദീഖ് തങ്ങൾ നിങ്ങൾ എന്താ വിചാരിച്ചത്? ബിസ്നൈനി, നമ്മൾ രണ്ടാളുകൾ കൊണ്ട് എന്താ വിചാരിച്ചത്? അല്ലാഹു സാലിസുഹുമ, ഇവിടെ മൂന്നാമത്തെ ഒരാളുണ്ട്, അത് അല്ലാഹു സുബ്ഹാനഹു വ തആലയാണ്. അള്ളയുണ്ട് നമ്മളെ കൂടെ എന്ന് പറഞ്ഞുകൊണ്ട് ധൈര്യം കൊടുത്തു. ഏതായാലും ആ സംഭവമൊക്കെ കഴിഞ്ഞു. പിന്നീട് അബൂബക്കർ സിദ്ദീഖ് തങ്ങൾ അല്ലാഹുവിന്റെ റസൂലിനോട് ചോദിക്കട്ടെ, അല്ല നബിയെ, നിങ്ങൾ എന്ത് ധൈര്യത്തിലാണ് അങ്ങനെ പറഞ്ഞത്? അതായത് ശത്രുക്കൾ നമ്മൾ ചാരത്തെത്തിയിട്ടും നിങ്ങൾ അല്ലാഹു നമ്മളെ കൂടെ ഉണ്ട് എന്ന് നിങ്ങൾ പറയാനുള്ള കാരണം എന്താ നബിയെ എന്ന് ചോദിക്കുന്നുണ്ട്. ആ സമയത്ത് സയ്യിദുന റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം സയ്യിദുന അബൂബക്കർ സിദ്ദീഖ് തങ്ങളോട് പറഞ്ഞു കൊടുക്കേണ്ട, അബൂബക്കർ സിദ്ദീഖ് തങ്ങളെ, ആ സമയത്ത് എന്റെ അടുക്കൽ സയ്യിദുന ജിബ്രീൽ അലൈഹിസ്സലാത്തു വസ്സലാം വന്നുകൊണ്ട് എന്നോട് പറഞ്ഞു, നബിയെ, ശത്രുക്കളെങ്ങാനും നിങ്ങളെ കണ്ടാൽ ആ സൗർ ഗുഹയുടെ മുൻഭാഗത്തിലൂടെ ഒരു വഴിയുണ്ട്, അതിലൂടെ നിങ്ങൾ തായ്ഭാഗത്തേക്ക് ചാടണം. അങ്ങനെ നിങ്ങൾ ചാടുന്ന സമയത്ത് ആ തായ്ഭാഗം മുഴുവനും ഞാനൊരു സമുദ്രമാക്കി മാറ്റിത്തരുമെന്ന് സയ്യിദുന ജിബ്രീൽ അലൈഹിസ്സലാത്തു വസ്സലാം അല്ലാഹുവിന്റെ റസൂലിനോട് പറഞ്ഞു എന്ന് മഹാന്മാർ കിതാബിൽ എഴുതി വെച്ചിട്ടുണ്ട്. ആ ഹബീബിനെ നമ്മൾ മനസ്സിൽ കൊണ്ടു നടക്കണം. അതാണ് നമ്മുടെ നേതാവ് ഹബീബായ മുഹമ്മദുൽ മുസ്തഫ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. അല്ലാഹു മഹബ്ബത്ത് വെക്കാൻ നമ്മളെ ഖൽബിന് അല്ലാഹു തൗഫീഖ് നൽകുമാറാവട്ടെ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.